ആരോഗ്യവകുപ്പിന്റെ അനാസ്ഥ പുറത്തു കൊണ്ടുവന്ന ഡോക്ടർ ഹാരിസ് ഹസനെ ആക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പിൽ നടക്കുന്നതെന്ന് സംശയിക്കുന്നു. ഇതേക്കുറിച്ചാണ് ഇന്ന് 24 അവർ നിരീക്ഷിക്കുന്നത്. ദിലീപ് കുമാർ നമുക്കൊപ്പം ചേരുന്നു. ഗുഡ് മോർണിംഗ് ദിലീപ് കുമാർ. വളരെ നമ്മളൊന്ന് നടുങ്ങിപ്പോയൊരു സംഭവമാണ്. കാരണം അദ്ദേഹത്തെ പോലെ ഇൻറ്റഗ്രിറ്റി ഉള്ള ഒരു ഡോക്ടറെ ഒരു സംശയത്തിൻ്റെയും മോഷണത്തിൻ്റെയും ഒക്കെ നിഴലിൽ നിർത്തുക എന്ന് പറഞ്ഞാൽ അത് കുറച്ച് കടന്നുപോയി. ഗുഡ് മോർണിംഗ് SKN. ഇപ്പോൾ ആരോഗ്യവകുപ്പിൽ നിന്ന് പുറത്തു വരുന്ന വിവരങ്ങൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത് ഒരു കാര്യമാണ്. അത് സർക്കാർ സംവിധാനങ്ങളിലെ വീഴ്ചകൾ നിങ്ങൾ ചൂണ്ടിക്കാട്ടാതിരിക്കുക, നിങ്ങൾ അതിന് മൗനാനുവാദം നൽകുക. അങ്ങനെയെങ്കിൽ നിങ്ങൾ വിശുദ്ധന്മാരുടെ പുസ്തകത്തിലേക്ക് കടക്കും. അതല്ലാതെ ഇത്തരം വീഴ്ചകൾ ചൂണ്ടിക്കാട്ടുകയും അതിനെതിരെ പ്രതികരിക്കുകയും ചെയ്താൽ, സാധാരണക്കാർക്കൊപ്പം നിൽക്കുകയും ചെയ്യുകയാണെങ്കിൽ നിങ്ങളെ ഏതെങ്കിലും വിധത്തിൽ അവർ അപമാനിക്കുകയും ആ നിലയിൽ അവർ നിങ്ങളുടെ ജോലി നഷ്ടപ്പെടുത്തുകയും നിങ്ങളുടെ പ്രതിച്ഛായ നഷ്ടപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്നതിന് ഇടയാക്കും എന്നതാണ് അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗം തലവൻ ഡോക്ടർ ഹാരിസ് ഹസൻ നേരിടുന്നത്. അദ്ദേഹം അവിടെ നിന്നും ഒരു ശസ്ത്രക്രിയാ ഉപകരണത്തിൻ്റെ ഒരു ഭാഗം കാണാനില്ല, അതായത് അതിൻ്റെ വ്യംഗ്യാർത്ഥം പരോക്ഷമായി പറഞ്ഞാൽ അത് അദ്ദേഹം മോഷ്ടിച്ചു എന്ന തരത്തിലുള്ള പ്രതികരണങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. വാസ്തവത്തിൽ ഈ ഡോക്ടർ അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ഇത് ഇങ്ങനെയൊന്നും അങ്ങനെ എടുത്തുകൊണ്ട് പോകാൻ കഴിയുന്ന ഉപകരണങ്ങളോ അല്ലെങ്കിൽ ഇത് അവിടുന്ന് നഷ്ടപ്പെടുന്ന തരത്തിലോ ഉള്ള ആ നിലയിലല്ല കാര്യങ്ങൾ, അതല്ല വസ്തുത എന്ന കാര്യം ഡോക്ടർ തന്നെ പറയുന്നുണ്ട്. മാത്രമല്ല ഇക്കാര്യത്തിൽ എല്ലാ വർഷവും അദ്ദേഹം ഫോട്ടോ ഉൾപ്പെടെ ജില്ലാ കളക്ടർക്ക് കൈമാറുന്നതാണ്. അങ്ങനെ കൈമാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് നഷ്ടപ്പെട്ടു എന്ന് പറയുന്നതിൽ യാതൊരു അടിസ്ഥാനവുമില്ല. മോർസിലേറ്റർ എന്ന് പറയുന്ന ഈ ഉപകരണം അത് ശശി തരൂർ MP ഫണ്ടിൽ നിന്ന് ഈ 14 ലക്ഷം രൂപ ചെലവഴിച്ചാണ് ഈ ഉപകരണം വാങ്ങിയത്. അതിന് ആരോഗ്യവകുപ്പും അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തിയ ഡോക്ടർമാരുടെ സംഘമൊക്കെ പറയുന്നത് 20 ലക്ഷം രൂപ ചെലവഴിച്ച ഉപകരണം എന്നാണ്. പക്ഷേ അത്രയും വിലയില്ല, 14 ലക്ഷമാണെന്ന് പറയുന്നു. എന്തോ ആയിക്കോട്ടെ, ഏതായാലും ഇക്കാര്യത്തിൽ അങ്ങനെ ഈ ഉപകരണം അവിടെ തന്നെയുണ്ട്. ഇതങ്ങനെ ഇവർ കയറി പരിശോധിച്ചിട്ടില്ല, ഈ വിദഗ്ധ സംഘം. കാരണം അവിടെ ശസ്ത്രക്രിയ നടക്കുന്ന ദിവസങ്ങളിലാണ് ഈ സംഘം അവിടെ എത്തിയത്. അതുകൊണ്ട് തന്നെ അതിനകത്തേക്ക് കയറിയുള്ള ഒരു പരിശോധന നടത്തിയിട്ടില്ല എന്നാണ് ഡോക്ടർ ഹാരിസ് ഹസൻ പറയുന്നത്. ഏതായാലും ഡോക്ടറുടെ ഉദ്ദേശശുദ്ധിയിലും ഡോക്ടറുടെ അഭിപ്രായത്തിലും നിലവിൽ ഏതായാലും കേരളത്തിലെ പൊതുസമൂഹത്തിന് യാതൊരു സംശയവും ഉണ്ടാകത്തക്കതില്ല. കാരണം അദ്ദേഹം തുറന്നുകാട്ടിയ ചില വീഴ്ചകൾ, അവിടെ വൃക്കയിലെ കല്ല് നീക്കം ചെയ്യുന്നതിന് ഉള്ള ലിത്തോക്ലാസ് മെഷീനിലെ പ്രോബ് എന്ന അത് കാണാനില്ല, അതില്ല എന്നായിരുന്നു. ഇല്ലാത്തതിനെ തുടർന്ന് ശസ്ത്രക്രിയ മുടങ്ങിയെന്നായിരുന്നു നേരത്തെ ഡോക്ടർ ചൂണ്ടിക്കാട്ടിയിരുന്നത്. ജൂൺ മാസം അവസാനമാണ് ഇത്തരത്തിലുള്ള വെളിപ്പെടുത്തലുകൾ ഡോക്ടർ നടത്തിയത്. അങ്ങനെ 4 ശസ്ത്രക്രിയകൾ വരെ മുടങ്ങി എന്ന കാര്യവും ഡോക്ടർ ചൂണ്ടിക്കാട്ടിയിരുന്നു. മാത്രമല്ല ഈ ഉപകരണങ്ങളൊന്നും ഇല്ലാത്തതിനെ തുടർന്ന് അവിടെ എത്തുന്ന രോഗികളിൽ നിന്ന്, മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സാധാരണക്കാരായിട്ടുള്ള രോഗികൾ എത്തുന്ന സ്ഥലമാണ്. അവരെ കൊണ്ട് തന്നെ അവർ പണം ചെലവഴിച്ച് ഈ ശസ്ത്രക്രിയയ്ക്കുള്ള ഉപകരണങ്ങൾ വാങ്ങിക്കേണ്ടി വരുന്ന ഗതികേടാണ് ആ ഡോക്ടർ അന്ന് തുറന്നു പറഞ്ഞത്. ഇതേ തുടർന്ന് ചില നടപടികൾ സ്വീകരിക്കുകയും ഉപകരണങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ ഹൈദരാബാദിൽ നിന്നും മറ്റു സ്ഥലങ്ങളിൽ നിന്നുമൊക്കെ വരുത്തിക്കുന്നതിനുള്ള നടപടികൾ സംസ്ഥാന സർക്കാർ സ്വീകരിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ വേണമെങ്കിൽ അത് എത്രയും പെട്ടെന്നൊക്കെ വരുത്തിക്കുന്നതിന് സർക്കാർ സംവിധാനത്തിന് കഴിയും. അതുമായി ബന്ധപ്പെട്ട് തന്നെ നേരത്തെ പലരും ചൂണ്ടിക്കാട്ടിയതും ഏറ്റവും ഒടുവിൽ ഡോക്ടർ ഹാരിസ് ഹസൻ അടക്കം ചൂണ്ടിക്കാട്ടിയതുമായ ചില കാര്യങ്ങളുണ്ട്. അതായത് അവിടെ ഒരു പേപ്പർ വാങ്ങാൻ പോലും ആ വകുപ്പ് തലവന് കഴിയില്ല. അതിന് പല ഓഫീസുകൾ കയറി ഇറങ്ങേണ്ട ഗതികേടാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് അടക്കം സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളിലൊക്കെ വളരെ പ്രഗത്ഭരായ ഡോക്ടർമാരുണ്ടെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ അവരുടെയൊക്കെ ഈ ദൈനംദിന സമയങ്ങളിൽ ഒരു നിർണായക വേള അല്ലെങ്കിൽ നിർണായക സമയങ്ങൾ ചെലവഴിക്കേണ്ടി വരുന്നത് സെക്രട്ടേറിയറ്റിൻ്റെ പടികൾ കയറി ഇറങ്ങുക, കളക്ടറേറ്റിൻ്റെ പടികൾ കയറി ഇറങ്ങുക, അത്തരത്തിൽ ബ്യൂറോക്രസിയോട് നേരിടേണ്ടി വരുന്ന ഒരവസ്ഥയുണ്ട്. പലപ്പോഴും ഈ മെഡിക്കൽ കോളേജുകൾക്ക് സ്വയംഭരണാവകാശം നൽകുമെന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ അതൊന്നും പാലിക്കാറില്ല എന്നതാണ് യാഥാർത്ഥ്യം. ബജറ്റിൽ തന്നെ വൻ തുക നീക്കിവെക്കുകയും ആരോഗ്യരംഗത്തിന് വലിയ തുക നീക്കിവെക്കും, വലിയ കയ്യടി അതിന് കിട്ടും. പക്ഷേ ഫലത്തിൽ ഈ പിന്നീട് ഒരു സാമ്പത്തിക വർഷ അവസാനം നോക്കുമ്പോൾ അതിൻ്റെ കണക്ക് നോക്കുമ്പോൾ അത് പകുതിയായിട്ടൊക്കെ വെട്ടിക്കുറച്ചിട്ടുണ്ടാകും ഈ തുക. അങ്ങനെ ഈ പൊതുജനാരോഗ്യ സംവിധാനങ്ങൾക്കൊക്കെ നീക്കിവെക്കുന്ന തുകയിൽ കൂടുതൽ വർധനവ് വരുത്തുകയും മെച്ചപ്പെട്ട സൗകര്യം അവിടങ്ങളിൽ ഏർപ്പെടുത്തുകയുമാണ് ചെയ്യേണ്ടത്. അല്ലാതെ ഇത്തരത്തിൽ ഇങ്ങനെയുള്ള വീഴ്ചകൾ ചൂണ്ടിക്കാട്ടുന്ന ഡോക്ടർമാർക്കെതിരെ നടപടിയെടുക്കുകയല്ല വേണ്ടത് എന്നാണ് കേരളത്തിലെ പൊതുസമൂഹം ആവശ്യപ്പെടുന്നത്. ആ മുന്നറിയിപ്പും ആ തിരിച്ചറിവും അതിനുള്ള അത്തരം തിരിച്ചറിവിനുള്ള കഴിവ് അത് ആരോഗ്യവകുപ്പിനുണ്ടാകട്ടെ, സംസ്ഥാന സർക്കാരിനുണ്ടാകട്ടെ എന്ന് കരുതാം. SKN.
ഓക്കെ, താങ്ക് യു ദിലീപ് കുമാർ. നിരീക്ഷകൻ നാളെ വരും മറ്റൊരു വിഷയവുമായി. ഡോക്ടർ ഹാരിസ് ഹസൻ ഇന്ന് നടത്തിയ വാർത്താ സമ്മേളനം പ്രിയപ്പെട്ട പ്രേക്ഷകരെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അദ്ദേഹത്തിൻ്റെ കണ്ണ് നിറയുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിന് വാക്കുകൾ പുറത്തേക്ക് വന്നില്ല. നമുക്ക് വേണമെങ്കിൽ ഒരു നാടകമായിട്ടൊക്കെ വേണമെങ്കിൽ കാണാം. അങ്ങനെ കാണുന്നവരുണ്ടാകാം കേരളത്തിൽ. പക്ഷേ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം, ഇത്രയും ഇൻറ്റഗ്രിറ്റിയും ആത്മാർത്ഥതയുമുള്ള ഈ ഡോക്ടർ ഹാരിസിനെ പോലെ ഒരു ഡോക്ടർ അദ്ദേഹത്തിനെ ഒരു മോഷണ നിഴലിലൊക്കെ നിർത്തിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് സംസാരിക്കാൻ പറ്റില്ല. അദ്ദേഹത്തിന് വാക്കുകൾ പുറത്തേക്ക് വരില്ല. നമ്മൾ ഇത് കാണുമ്പോൾ വളരെ നിസ്സാരമായി തോന്നുമെങ്കിലും ഈ സ്വകാര്യ ആശുപത്രികളിൽ നിന്നൊക്കെയുള്ള പ്രലോഭനങ്ങൾ, ലക്ഷക്കണക്കിന് രൂപ ശമ്പളം നൽകാനുള്ള പ്രലോഭനങ്ങളെല്ലാം അതിജീവിച്ച് ഒരു 2 വീലർ ഓടിച്ച് മെഡിക്കൽ കോളേജിലേക്ക് വന്ന് രോഗികളെ സർജറി ചെയ്യുകയും ചികിത്സിക്കുകയും ചെയ്യുന്ന ഇത്തരം വിഖ്യാതനായ ഒരു സർജൻ്റെ പേരിലാണ് ഈ ആരോപണം നടത്തിയത് എന്നുള്ളത് ഒരു മാപ്പും അറിയിക്കുന്നില്ല എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.